മാധവിക്കുട്ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ പരുന്ത്. ആ മനോഹരമായ വീട് ഒരു പോറ്റമ്മയായി മാറി. അത് അവളോട് മന്ത്രിക്കുവാൻ ശീലിച്ചു. തലയണകളിട്ട മഞ്ചങ്ങൾ അവളോട് മന്ത്രിച്ചു. ഇരിക്കൂ, വിശ്രമിക്കൂ. വരാന്തയിലെ ചാരകസേല പറഞ്ഞു, നിൽക്കരുത്, ഇവിടെ വിശ്രമിക്കൂ. അവൾ ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞു. കണ്ണുനീർ തുള്ളികൾ അവളുടെ ഉള്ളിൽ ഒരു മഴയെന്ന പോലെ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. പലപ്പോഴും ആ വിശാലമായ സത്കാരമുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ ലാത്തിക്കൊണ്ടിരുന്നു. വേഗത്തിൽ, യാതൊരു കാരണവുമില്ലാതെ, ഒരു ധൃതിയോടെ. തൻ്റെ വിയർക്കുന്ന കാലുകളുടെ ചലനം മറ്റൊരാളുടെ സഹായമില്ലാതെ നിർത്തുവാൻ തനിക്ക് കഴിയുകയില്ല എന്നുകൂടി അവൾക്ക് തോന്നി. ആ ഭ്രാന്തി പിടിച്ച ചലനം ഒരു യന്ത്രപ്പാവയുടെ ഓട്ടം പോലെയായിരുന്നു. മറ്റു ചിലപ്പോൾ നീലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൾ തൻ്റെ തലമുടി ക്രൂരതയോടെ ചീകിക്കൊണ്ടിരുന്നു. ചീകുക, ചീകുക, പിന്നെയും പിന്നെയും ചീകുക. ഒടുവിൽ ആ തലമുടി ചുരുളുകൾ ജീവനുള്ള പാമ്പുകളെപ്പോലെ അവളുടെ ചുമലുകളിൽ തട്ടി ചീറിയുയർന്നുകൊണ്ട് ആ തുടുത്ത കവിളുകളെ മർദ്ദിച്ചു. അരുത്, അവളുടെ ഭർത്താവ് പറഞ്ഞു. എന്ത് ഈ ക്ഷീണിപ്പിക്കൽ? അവളുടെ ശീലം ചിരിക്കുന്നതിന് പരം ഹാ എന്ന് ഉച്ചരിക്കുന്ന വികൃതശീലം പുതുതായി അവൾക്ക് കിട്ടിയതായിരുന്നു. അത് അവളെ കലശലായി വേദനിപ്പിച്ചു. ഒരിക്കൽ പ്രഭാതത്തിലെ നേർത്ത വെളിച്ചമെന്ന പോലെ മൃദുലമായിരുന്നു അവളുടെ ചിരി. ഇങ്ങനെ രൂപാന്തരപ്പെടുത്തുവാൻ എന്തുണ്ടായി? ഈ കൃത്രിമച്ചിരി, ഈ ധൃതി പിടിച്ച നടത്തം, ഈ ക്രൂരമായ തലചീകൽ, ഇവയെല്ലാം തന്നെ അവനവനെ നശിപ്പിക്കാൻ വേണ്ടി അവൾ ഒരുക്കുന്ന ആയുധങ്ങളല്ലേ? അവളെ ഒരു ദൈവവിഗ്രഹമെന്ന പോലെ തൻ്റെ സൗഭാഗ്യപൂർണമായ വീട്ടിൽ പ്രതിഷ്ഠിച്ച് എന്നുമെന്നും ആരാധിക്കുവാൻ അയാൾ തയ്യാറായിരുന്നു. പക്ഷേ അവൾക്കൊരു വിഗ്രഹത്തിൻ്റെ ശാന്തശീലം ഉണ്ടായിരുന്നില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ജനവാതിലിൻ്റെ പർദ്ദകൾ വലിച്ചു നീക്കി ആകാശത്തിലേക്ക് നോക്കി ദീർഘമായി നിശ്വസിച്ചു. വരാന്തയുടെ അഴികളിൽ ശക്തിയോടെ ചവിട്ടി. കടലിൽ നിന്നും കാറ്റ് വീശുമ്പോഴെല്ലാം വാക്കുകൾ പെറുക്കിയെടുക്കാൻ കഴിയാത്ത ചില പാട്ടുകൾ പാടി. അങ്ങനെ കൊല്ലങ്ങൾ നീങ്ങി. അവളുടെ മകൾ ആരോഗ്യവതിയായ 16-കാരിയായി. മെലിഞ്ഞ സുന്ദരിയായ അമ്മ നനുത്ത രോമങ്ങളുള്ള കവിളുകളും ഇരുണ്ട കൈകാലുകളുമുള്ള മകളെ നോക്കി പലതും ചിന്തിച്ചു പോകാറുണ്ട്. ഇവൾ എന്തൊരു മട്ടുകാരിയാണ്! തന്നോട് മാത്രമല്ല, അവളുടെ അച്ഛനോട് കൂടി യാതൊരു അടുപ്പമില്ല. നിനക്ക് ഉഷയുടെ വീട്ടിൽ പോയി കളിച്ചുകൂടെ? മകൾ തലയാട്ടും. അമ്മയ്ക്കൊരു നേരിയ ദേഷ്യം വരും. അവൾ പിന്നെയും ചോദിക്കും, നിനക്ക് കൂട്ടുകാരികൾ ആരുമില്ലേ? എപ്പോഴും ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് നന്നോ? മകൾ എഴുന്നേറ്റ് പിന്നെ കിടപ്പുമുറിയിലേക്ക് പോകും.